السلام عليكم ورحمة الله تعالى وبركاته. കുത്തുബി 81. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم وفقنا لخدمة دينك الإسلام مع صحة والراحة والعافية طول زمان يا رب العالمين. ഇൻഷാ അല്ലാഹ് കുത്തുബി തുടങ്ങുകയാണ്. ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തുടങ്ങാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. കുത്തുബി ആയാലും കാളി ആയാലും ഒക്കെ, അതായത് ഇതിലുള്ള ഉസ്താദുമാരൊക്കെ ഹർക്കത്ത് വേണം. അപ്പോഴേ നമ്മളെ ഈ ക്ലാസ് ചർച്ച രസം കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഖാല അൽ ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല്, ഫിൽ മആനിൽ മുഫറദത്തി, മുഫറദത്തായ മാനകളെ സംബന്ധിച്ചാണ് ചർച്ച. മുഫറദത്തായ മാനകൾ വളരെ പ്രധാനപ്പെട്ട ചർച്ച. കുല്ലു മഫ്ഹൂമിൻ, ഏത് ഒരു മഫ്ഹൂമും, ഫഹുവ ജുസ്ഇയ്യുൻ, അത് ജുസ്ഇയ്യാവും. കുല്ലു മഫ്ഹൂമിൻ, ഏത് ഒരു മഫ്ഹൂമും. സാധാരണ മഫ്ഹൂമ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഫ്ഹൂമ് എന്ന് പറഞ്ഞാല് ഒരു ലഫ്ളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം ആളെ മഫ്ഹൂമ. അപ്പൊ കുല്ലു മഫ്ഹൂമിൻ, ഏത് ഒരു മഫ്ഹൂമും, ഒരു ലഫ്ള് പറഞ്ഞാൽ ആ ലഫ്ളിൽ നിന്ന് ഇൽത്തിസാമ നിലക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതാണ് മഫ്ഹൂമ്. ഈ മഫ്ഹൂമ് എന്നുള്ളത് ഫഹുവ ജുസ്ഇയ്യുൻ, ആ മഫ്ഹൂമ് ജുസ്ഇയ്യായിട്ട് വരും. ഇപ്പൊ ഇൻസാനിക്ക് ഒരു മഫ്ഹൂമുണ്ട്. അപ്പൊ ആ മഫ്ഹൂമ് ജുസ്ഇ, അതായത് ഇപ്പൊ കുല്ലു മഫ്ഹൂമിൻ, അത് ഏതൊരു മഫ്ഹൂമും അത് ജുസ്ഇയായിട്ട് വരും. പക്ഷെ എപ്പോഴാണ് ഈ മഫ്ഹൂമ് ജുസ്ഇയാവുക? ഇൻ മുനിഅ നഫ്സു തസവ്വുരിഹി, അല്ലെങ്കിൽ ഇൻ മനഅ നഫ്സു തസവ്വുരിഹി, ആ മഫ്ഹൂമിന്റെ നഫ്സു തസവ്വുർ വിലങ്ങിയാൽ, മിൻ വുഖൂഇ ശിർക്കത്തി ഫീഹി, ആ മഫ്ഹൂമിൽ ശിർക്കത്ത് സംഭവിക്കുന്നതിനെ തൊട്ട്. മനസ്സിലായ? അതായത് ഒറ്റൊന്നിലേക്ക് മാത്രം പറയാൻ പറ്റിയപ്പോ സെയ്ദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഹൂം ഏതാണ്? ശഖ്സുൻ മുശഖ്ഖസ്. പോലെ ഫുലാദ് ഒരു ഫർദുൻ മുശഖ്ഖസ്, ഒരു മുശഖ്ഖസായ ഫർദിനെ സംബന്ധിച്ചാണ് സാധാരണ ഇത് സെയ്ദ് എന്ന് പറയാം. മുശഖ്ഖസാണല്ലോ. അതിന്റെ മഫ്ഹൂമ് ജുസ്ഇയാണ്. കാരണം എന്താ? ഈ സെയ്ദിന് വേറെയാള് കൂറാവൂല. കാരണം സെയ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്? അത് ശിർക്കത്ത് വരുന്നതിനെ തൊട്ട് പിന്നെ നഫ്സു തസവ്വുർ മൻഅ് ചെയ്യുമ്പോഴാണ് പിന്നെ ജുസ്ഇയായി മാറുന്നത്. കാരണം സെയ്ദ് എന്ന് പറഞ്ഞാൽ ആ സെയ്ദിനെ സംബന്ധിച്ചല്ലാതെ വേറൊരാളെ സംബന്ധിച്ചും സെയ്ദ് എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂ. അതേപോലെ കുല്ലിയും, ഈ മഫ്ഹൂമ് ഏതായിട്ട് വരാം? കുല്ലിയായിട്ട് വരാം. കുല്ലിയായി വരല് എപ്പോഴാണ്? ഇല്ലം യുംന,
അല്ലെങ്കിൽ ഇല്ലം യംന, മറ്റേന്റെ മുമ്പത്തെ ഇബാറത്തിന്റെ തക്തീർ പ്രകാരം വായിച്ച ഇല്ലം യംന, ആ നഫ്സു തസവ്വുർ ശിർക്കത്തിനെ തൊട്ട് തടയുന്നില്ലെങ്കിൽ, ഇപ്പൊ ഏതുപോലെ ഇപ്പൊ ഇൻസാന്, ഈ ഇൻസാനി എന്നുള്ള ലഫ്ള് പലതിന്റെ മേലിൽ പറയാൻ പറ്റും. ഒരാളെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ ഇൻസാൻ എന്ന് പറയാം. ഇൻസാന് എന്ന് പറഞ്ഞാൽ പലതിനെ സംബന്ധിച്ചും ഇൻസാന് എന്ന് പറയാം. എന്നാൽ വല്ലഫ്ളു ദാലു അലൈഹിമ, ഈ പറയപ്പെട്ട ജുസിയായ കുല്ലിയായ ഇരു മഫ്ഹൂമുകളുടെ മേലിലും അറിയിക്കുന്ന ഒരു ലഫ്ള് യുസമ്മ, പേര് പറയപ്പെടും, കുല്ലിയൻ, കുല്ലിയായ ലഫ്ള്, കുല്ലിയായ ലഫ്ള് എന്ന് പേര് പറയപ്പെടും. അതേപോലെ ജുസിയ്യ, ജുസിയ്യ എന്നും എന്ത് ചെയ്യും പറയപ്പെടും. അതെങ്ങനെ? ബിൽ അർളി, അസ്ല നിലക്കല്ല, അർള നിലക്ക്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? അതായത് ഒരു മുഫറദായ ലഫ്ളിന്റെ മാനകളും ആ മാനകൾ രണ്ട് രൂപം വരും. ആ മാനയെ സംബന്ധിച്ചാണ് മഫ്ഹൂം എന്ന് പറയുന്നത്. അത് ജുസിയായിട്ടും വരാം, കുല്ലിയായിട്ടും വരാം. ജുസിയാവലപ്പയാണ് നഫ്സു തസവ്വുർ ശിർക്കത്തിനെ തൊട്ട് തടഞ്ഞിട്ടില്ലെങ്കിലോ അതിന് കുല്ലിയ എന്നും പറയും. എങ്കിൽ അതിന്റെ മേൽ അറിയിക്കുന്ന ലഫ്ളിനെ സംബന്ധിച്ച് കുല്ലിയ എന്നും പറയാം, അതുപോലെ ജുസിയ എന്നും പറയും. അങ്ങനെ ബിദ്ദാത്തല്ല, ബിത്തബായിട്ട്. അതവിടെ ബില്ലാറിന് കൊണ്ടുള്ള ഉദ്ദേശം. ഈ സാരി വിശദീകരിക്കുന്നു. അഖൂലു, ഞാൻ പറയട്ടെ, അൽ മആനി, മാനകൾ, ഈ മാനകൾ എന്ന് പറഞ്ഞാൽ അത് ഇയൽ അസ്യ സുവറു ദീനിയ, ദീനിയായ സൂറത്തുകളാണ്. നമ്മുടെ ദീനിൽ ഉണ്ടായിത്തീരുന്ന സൂറത്തുകൾ. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മിൻ ഐസു ഇന്നഹ, തീർച്ചയായിട്ടും ഈ മായനകൾ ഉദിയ, അതിനെ വെക്കപ്പെട്ടിരിക്കുന്നു, ബി ഇസായിഹ, ഈ പറയപ്പെട്ടതായ മായനകളുടെ ബാക്കില് അൽ അൽഫാദു, ലഫ്ളുകളെ വെക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അതാ മായനകൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ മായന എന്ന് പറഞ്ഞാൽ ഒരു ദിഹിനിയായ സൂറത്ത്, നമ്മളെ മനസ്സിലുള്ള ഒരു വിഷയം. അതാണ് ദീനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളൊരു കാര്യം. ആ മനസ്സിലുള്ളതായ ഒരു കാര്യം, മനസ്സിലായില്ലേ? അതിന്റെ ബാക്കിൽ എന്തുണ്ടാവും? ഒരു ലഫ്ളിനെ വെക്കപ്പെട്ടിട്ടുണ്ടാവും, ഒരു ലഫ്ളിനെ വെക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ലഫ്ള് ദാലാവും, ഈ മാനകള് മദ്ലൂലാവും. മനസ്സിലായ? എന്നാൽ ഫൈൻ ഉബ്ബിറ, ഇനി ഇബാറത്തിടപ്പെട്ടാൽ, അൻഹ, ഈ പറയപ്പെട്ട മാനകളെ സംബന്ധിച്ച് ഇബാറത്തിടപ്പെട്ടാല്, ബി അൽഫാദി മുഫറദത്തി, മുഫറദായ ലഫ്ളുകളെ കൊണ്ട് ഇബാറത്തിടപ്പെട്ടാൽ, അപ്പോൾ അതിനൊക്കെ പറയും ഫയ്യൽ മആനിൽ മുഫറദ. അപ്പൊ മുഫറദായ മാനകൾ എന്ത് ചെയ്യും? പറയപ്പെടും. ഇല്ല, അല്ല, ഇനി എന്ത് ചെയ്തില്ല? മുഫറദായ ലഫ്ള് കൊണ്ട് ഇബാറത്തിട്ടപ്പെടില്ല. മുഫറദത്ത് അല്ലാത്ത ഇബാറത്തുകളെ കൊണ്ടാണ്, ലഫ്ളുകളെ കൊണ്ടാണ് ഇബാറത്തിട്ടത്. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്ത് പറയും? ഫൽ മുറക്കബത്ത്. അപ്പൊ മുറക്കബായ മാനകൾ എന്ന് എന്ത് ചെയ്യും? മുറക്കബായ മാനകൾ എന്ന് എന്ത് ചെയ്യാ? പറയാം. അപ്പൊ ഈ മാന ഏതായിട്ട് വരാം? മുഫറദായിട്ടും വരാം, അതുപോലെ തന്നെ മുറക്കബായിട്ടും വരാം. മുറക്കബായിട്ടും വരാം, മുഫറദായിട്ടും എന്ത് ചെയ്യാ? വരാം. മുഫറദത്താകുന്നത് എങ്ങനെയാണ്? അതായത് മുഫറദായ ലഫ്ള് കൊണ്ടാണ് ഇബാറത്ത് ഇടപെടുന്നതെങ്കിൽ മുഫറദത്തായ മാന, മുഫറദ് അല്ലാത്ത ഇബാറത്ത് കൊണ്ടാണെങ്കിൽ ഇപ്പൊ സെയ്ദ്, ഒരു ഉദാഹരണം പറയാം, സെയ്ദ്, ഉമർ, ഇതൊക്കെ പെട്ടതാണ്. അതിനൊക്കെ മുഫറദത്തായ മാനയാണ്. ഇപ്പൊ ഉദാഹരണം പറയാം. അതേപോലെ പിന്നെ അതായത് ഗുലാമു സെയ്ദിൻ, സെയ്ദിന്റെ ഗുലാം, അത് മുറക്കബായ ലഫ്ളാണ്. മാനയും പിന്നെന്താണ്? മുറക്കബാണ്. അതിന്റെ ഇപ്പൊ ഗുലാമു സെയ്ദിന് സെയ്ദിന്റെ അടിമാനല്ലേ, അത് മുറക്കബാണ്. മുറക്കബിന്റെ രൂപം വേറെ വിഷയം, പക്ഷെ അത് മുറക്കബായാൻ പറ്റില്ല, മുറക്കബാണത്. എന്നാൽ
വൽ കലാമു ഹവാഹുന, നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്നമാവുക ഫിൽ മഹാനിൽ മുഫറദത്ത്, അത് മുഫറദത്തായ മാനകളെ സംബന്ധിച്ചാണ്. മുഫറദത്തായ മാനകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് കമാസ താരിഫ് പിന്നീട് എനിക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി ചർച്ച തുടങ്ങാൻ പോകാൻ. ഇപ്പൊ കൊല്ലു മഫൂമി, ഏത് ഒരു മഫൂമും എങ്കിൽ വഹുവ, എന്താ മഫൂമ് എന്ന് പറഞ്ഞാല് അൽ ഹാസിലു ഫിൽ അഖ്ലി, ഹൃദയത്തിൽ കരസ്ഥമാകുന്ന ഒന്ന്, അതാ മഫൂമ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? മഫൂമ് എന്ന് പറഞ്ഞാല് അൽ ഹാസിലു ഫിൽ അഖ്ലി, അഖ്ലിൽ എന്ത് ചെയ്യുന്നത്? കരസ്ഥമാകുന്നത്. അപ്പൊ അഖ്ലിൽ കരസ്ഥമാകുന്ന ഒന്നിനെ സംബന്ധിച്ചാണ് മഫ്ഹൂമ് എന്ന് പറയപ്പെടുന്നത്. എങ്കിൽ ആ മഫ്ഹൂമ് ഇമ്മാ ജുസിയ്യുൻ, ഒരു പക്ഷെ അത് ജുസിയ്യാവും. ഈ മഫ്ഹൂമ് എന്തായിട്ട് വരാം? ജുസിയ്യ് ആയിട്ട് വരാം. ഔ കുല്ലിയുൻ, അല്ലെങ്കിൽ എന്തായിട്ട് വരും? കുല്ലിയായിട്ട് വരും. എന്താ കാരണം? ലി അന്നഹു, തീർച്ചയായിട്ടും കാര്യം. ഇമ്മ അയ്യക്കൂന നഫ്സു തസവ്വുരി, ഒരു പക്ഷെ അതിന്റെ നഫ്സു തസവ്വുർ ആവാം. നഫ്സു തസവ്വുർ ആവാം. നഫ്സു തസവ്വുർ എന്ന് പറഞ്ഞാല് അതിനെ തസവ്വുറാക്കല് മാത്രം, വേറെ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കലില്ല. അതിന്റെ തസവ്വുറിന്റെ നഫ്സ്, അതിനെ തസവ്വുറാക്കുക എന്നുള്ളത്. അതെങ്ങനെ? മിൻ ഹൈസു ഇന്നഹു, തീർച്ചയായിട്ടും ഈ മഫ്ഹൂമ്, മനസ്സിലായ, മുതസവ്വർ, അത് മുതസവ്വറാണ് എന്ന ഭാഗത്തിലൂടെ, ഒരു മഫ്ഹൂമ് അത് മുതസവ്വറാണ് എന്ന ഭാഗത്തിലൂടെ ആ മഫ്ഹൂമിന്റെ നഫ്സു തസവ്വുർ ആവാം. എന്താവാം? മുതസവ്വറൻ അല്ല മാനിയൻ, അത് വിലങ്ങുന്നതാവാം. ഏതിനെ തൊട്ട് വിലങ്ങും? മിൻ ഉഖൂഇ ശിർക്കത്തി ഫീഹി, ആ മഫ്ഹൂമില് ശിർക്കത്ത് സംഭവിക്കുന്നതിനെ തൊട്ട്. ശിർക്കത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാല് അതിനെ സംബന്ധിച്ച് പല രൂപത്തില് പറയാൻ പറ്റാതെ വരും. ഇപ്പൊ സെയ്ദ് എന്നുള്ള മുഷഖസാണ്. ഈ സെയ്ദ് എന്നുള്ള ലഫ്ള് ഫുലാനിന്റെയും ഫുലാനത്തിന്റെയും മകനായ ആ സെയ്ദിനേക്കാണല്ലോ ഈ സെയ്ദ് എന്നുള്ള ലഫ്ള് പറയാം. ലോകത്ത് കുറെ സെയ്ദീങ്ങളുണ്ട്. എല്ലാ സെയ്ദീങ്ങളെ സംബന്ധിച്ചും പറയപ്പെടുന്ന ലോകത്തുള്ള എല്ലാ സെയ്ദീങ്ങളെ സംബന്ധിച്ച് സെയ്ദ് എന്ന ആ ഒരു ലഫ്ള് എല്ലാ സെയ്ദിനെ സംബന്ധിച്ചും പറയില്ല. പിന്നെ അതൊരു പ്രത്യേകമായ സെയ്ദാണ്. ഒരു ഫുലാനിന്റെയും ഫുലാനത്തിന്റെയും മകനായ സെയ്ദിനെ സംബന്ധിച്ചാ പറയാം. വേറെ ഫുലാനിന്റെയും ഫുലാനത്തിന്റെയും മകനായിട്ടുണ്ടാവും സെയ്ദ്. അപ്പൊ ആ സെയ്ദിന് ആ സെയ്ദ് എന്നുള്ള ലഫ്ളിന് അതിന്റെ മേലിൽ പറയപ്പെടും. അപ്പോൾ ശിർക്കത്ത് വരൂല. അപ്പൊ ശിർക്കത്ത് വരുന്നതിനെ തൊട്ട് എന്ത് ചെയ്യുക? നഫ്സു തസവ്വുർ തടയും. അതെന്താണ് ശിർക്കത്ത് വരുന്നതിനെ തൊട്ട് തടയാന്ന് പറഞ്ഞാല്? ഐ മിൻ ഇഷ്തിറാക്കി, ഈ മഫ്ഹൂമ് കൂറാകുന്നതിനെ തൊട്ട്. എവിടെ കൂറാവുക? ബൈന കസീരീന, അധികരിച്ചതായ ഫർദുകളുടെ ഇടയിൽ കൂറാവുക. അതേപോലെ വസുദുഖിഹി അലയ്യ, അധികരിച്ചായ ഫർദുകളുടെ മേലില് ഈ മഫ്ഹൂമ് പറയാൻ പറ്റുക. അതിനെ തൊട്ടും എന്തു ചെയ്യും? തടയും. അല്ലെങ്കിൽ ഔലായക്കൂന, അല്ലെങ്കിൽ നഫ്സു തസവ്വുർ എന്ത് ചെയ്യൂല? വിലങ്ങൂല. നഫ്സു തസവ്വുർ ശിർക്കത്തെ തൊട്ട് മാനിയാകും, അല്ലെങ്കിൽ എന്താവൂല? മാനിയാകൂല. ഇനി നമ്മൾ നോക്കാം. വൈൻ മന നഫ്സു തസവ്വുരിഹി, നഫ്സു തസവ്വുർ മൻഇ ചെയ്താല് അനി ശിർക്കത്തിനെ തൊട്ട്, അപ്പൊ ബഹുവ ജുസിയ്യോ, അപ്പൊ എനിക്ക് ജുസി എന്ന് പേര് പറയും. അപ്പൊ ഏതുപോലെ? കഹാദൽ ഇൻസാൻ, ഈ ഇൻസാൻ. അപ്പൊ അവിടെ നഫ്സു തസവ്വുർ ശിർക്കത്തെ തൊട്ട് അവിടെ തലയിൽ വരുന്നുണ്ട്. അൽ ഇൻസാനെ പോലെ അല്ല ആദൽ ഇൻസാൻ, ഈ ഇൻസാന്. അപ്പൊ എല്ലാ ഇൻസാനെ പറ്റിയല്ല പറഞ്ഞത്. ഈ ആദ കൊണ്ട് ഇഷാറത്ത് ചെയ്യപ്പെടുന്ന മുഷാറ് ചെയ്യാവുന്ന ഇൻസാനെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ ഇൻസാനിക്ക് ഇഷാറത്ത് കൊണ്ട് ഇൻസാൻ എന്തായി മാറി? ഒരു സെയ്ദ് എന്ന മുഷഖസിനെ പറയും പോലെ, സെയ്ദ് എന്ന് നമ്മളെ ഒരു മുഷഖസായ ഒന്നിനെ സെയ്ദ് എന്ന് പറയില്ല, അതേപോലെ ഒരു മുഷഖസായത് ആദൽ ഇൻസാനു എന്ന് പറയുമ്പോൾ ഇന്നൽ ഹാദിയ്യത്ത്,
ഈ ഇൻസാനാവുക എന്ന് പറഞ്ഞ ഈ വിഷയം ഫൈനൽ ഹാദിയത്ത് അത് ഇദാ ഹസല കരസ്ഥമായാൽ മഫ്ഹൂമുഹ ഈ ഹാദിയത്ത് എന്നുള്ളതിന്റെ മഫ്ഹൂമ് കരസ്ഥമായാല് ഇന്ദൽ അഖ്ലി അഖ്ലിൽ കരസ്ഥമായി. അപ്പൊ ഈ ഇൻസാൻ എന്ന് പറയുമ്പോ നമ്മളെ മുന്നിലുള്ള ഇന്നാലിന്ന പേരുള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന ഫുലാന് ഉദ്ദേശം അങ്ങനത്തെ അതേ രൂപത്തിൽ അതിന്റെ മഫ്ഹൂമ് നമ്മളെ ഹൃദയത്തിലേക്ക് വന്നാല് ഇന്ധന അൽ അഖ്ലു അഖ്ല് വിലങ്ങുന്നതാണ്. അഖ്ല് എന്ത് ചെയ്യും? വിലങ്ങും. എന്തിനെ തൊട്ടാണ് അഖ്ല് വിലങ്ങുന്നത്? ബി മുജറദി തസവ്വുരി അതിനെ തസവ്വുറാക്കൽ കൊണ്ട് മാത്രം വിലങ്ങും. എന്തിനെ തൊട്ട് വിലങ്ങും? അൻ സിദ്ഖിഹി ആ മഫ്ഹൂമിനെ പറയുന്നതിനെ തൊട്ട് അലാ ഉമൂരി മുതഅദ്ദിദ എണ്ണമായ ഫർദുകളുടെ മേലിൽ എണ്ണമായ അമ്രുകളുടെ മേലില് പറയാൻ പറ്റുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും? വിലങ്ങും. അവ എണ്ണമായതിനെ പറയുക. ആദൽ ഇൻസാനു എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേകമായ ഇൻസാനെ സംബന്ധിച്ച് മാത്രമേ പറയുള്ളൂ. ലോകത്തുള്ള എല്ലാ ഇൻസാനെ സംബന്ധിച്ച് ആദൽ ഇൻസാനു എന്ന് പറയില്ല. ഇനി വൈലം യംനഈ ശിർക്കത്ത് ഇനി ഈ നഫ്സു തസവ്വുർ ശിർക്കത്തിന് എന്ത് ചെയ്തില്ല? വിലങ്ങിയില്ല. വൈലം യംനഈ അശിർക്കത്ത ഈ നഫ്സു തസവ്വുർ ശിർക്കത്തിന് എന്ത് ചെയ്തില്ല? വിലങ്ങിയില്ല. അതെങ്ങനെ? മിൻ ഐസു ഒരു ഭാഗത്തിലൂടെ ഇന്നഹു ഈ മഫ്ഹൂമാകുന്നത് അത് മുതസവ്വറാണ് എന്ന ഭാഗത്തിലൂടെ. കാരണം തസവ്വുറാക്കപ്പെടുന്ന മഫ്ഹൂമിനെ പറ്റി നമ്മൾ ചർച്ച ഉള്ളൂ. അപ്പൊ എനിക്ക് കുല്ലി എന്ന് പേര് പറയും. മനസ്സിലായ? ഏതുപോലെയൊക്കെ ഇൻസാനി എന്നുള്ള ലഫ്ള് പോലെ. കാരണം ഫൈന മഫ്ഹൂമഹു തീർച്ചയായിട്ടും ഈ ഇൻസാനിന്റെ മഫ്ഹൂമാകുന്നത് ഇദാ ഹസല ഇൻദൽ അഖ്ലി അഖ്ലിന്റെ അടുക്കൽ അത് കരസ്ഥമായി കഴിഞ്ഞാൽ ലം യംന അത് വിലങ്ങുകയില്ല മിൻ സിദ്ഖിഹി അതിനെ പറയുന്നതിനെ തൊട്ട് ഏതിനെ? ആ ഇൻസാന് അല്ലെങ്കിൽ ഇൻസാന്റെ മഫ്ഹൂമ് അലാ കസീരീന അധികരിച്ചതിന്റെ മേലില്. അപ്പൊ അധികരിച്ചതിന്റെ മേലില് പറയാൻ പറ്റുന്ന ഒരു ലഫ്ളാകുക. അപ്പൊ ആ ലഫ്ളിനെ സംബന്ധിച്ച് എന്തെന്ന് പറയും? കുല്ലി എന്ന് പറയും. എന്നാൽ വഖദ് വഖ എന്ന സംഭവിച്ചിട്ടുണ്ട്. വഖദ് വഖ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഈ ബഅദി നുസഹി ഖുത്ബിയിലെ ചില കോപ്പികളിൽ എന്താ ഉള്ളത്? നഫ്സു തസവ്വുരി മഅനാഹു. മനസ്സിലായ? നഫ്സു തസവ്വുരി മഅനാഹു അതായത് പിന്നെ ഒരു മഫ്ഹൂം ആ മഫ്ഹൂമിന്റെ മാനാന്റെ തസവ്വുരിന്റെ നഫ്സ് വിലങ്ങുക. അതിന്റെ ആവശ്യമില്ലല്ലോ. കാര്യം മാനല്ല മുറാദായ ഒന്നിനെ സംബന്ധിച്ചെന്നല്ല ഇവിടെ മഫ്ഹൂം എന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ മാനാന്റെ നഫ്സ് തസവ്വുർ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ അവിടെ മാനാന്റെ നഫ്സ് തസവ്വുർ എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞു വഹുവ സഹ്വുൻ. ആ പറഞ്ഞ പ്രയോഗമാകുന്നത് അത് സഹ്വായിട്ട് വന്നതാണ്. മനസ്സിലായില്ലേ? സഹ്വായിട്ട് എന്താണ് വന്നതാണ്. ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് നഫ്സു തസവ്വുരി മാനാഹു എന്നുള്ളത് സഹ്വാണെന്ന് പറഞ്ഞില്ലേ. സഹ്വാണെന്ന് വെക്കുന്നില്ലെങ്കിൽ എന്ത് പ്രശ്നം വരും? ലക്കാനിലിൽ മാനൻ ഒരു മാനാക്ക് മാനുണ്ട് എന്ന് വരും. ഒരു മാനാക്ക് വേറെ മാനുണ്ട് എന്ന് പറയും. അതൊരിക്കലും ശരിയല്ലല്ലോ. കാരണം അന്നൽ മഫ്ഹൂമ് പോൽ മാന മഫ്ഹൂമ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാനയാണ്. മഫ്ഹൂമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് മാനയാണ്. പിന്നെ അതിന്റെ മാന എന്ന് പറയുമ്പോ എന്താവും? അത് ഒരു രസമില്ലാത്ത പരിപാടിയാണല്ലോ. അപ്പൊ ഇനി വേറെ ചോദ്യം,
വൈന്നമ കയ്യത കൊയ്യത ഇവിടെ കൈത് കൊടുക്കപ്പെട്ട നഫ്സി തസവുരി. ഈ നഫ്സു തസവുർ എന്ന് പറഞ്ഞത് കൊണ്ട് എന്തിനെ കൈത് കൊടുത്തത്? നഫ്സു തസവുർ ശിർക്കത്തിന് എന്ത് ചെയ്യൂല, വിലങ്ങൂല, വിലങ്ങൂല എന്ന് അങ്ങനെ നഫ്സു തസവുർ എന്നുള്ള കൈത് എന്തിനാ അവിടെ കൊടുത്തത് എന്നാ അത് വിഷയമാണ്. അതിന് കാരണം പറയാൻ എന്തെന്ന്, അതായത് അന്ന മിനൽ കുല്ലിയാൽ, തീർച്ചയായും കുല്ലിയായ ലഫ്ലുകളിൽ പെട്ടതാണ് ഒരു ലഫ്ല് യംനഉ ശിർക്കത്ത. ആ ലഫ്ല് ശിർക്കത്തിന് അത് വിലങ്ങും. ശിർക്കത്തിന് പലതിന്റെ മേൽ പറയാൻ പറ്റും. അതെങ്ങനെ? ബിൻ നവിരി ഇല ഖാരിജ്, ഖാരിജിലേക്ക് നോക്കുന്നത് കാരണമായി ശിർക്കത്തിന് വിലങ്ങുന്നതായ ഒരു ലഫ്ല് ഏതിലുണ്ട്? കുല്ലിയാത്തുകളിലുണ്ട്. ഇപ്പൊ ഉദാഹരണം പോലെ വാജിബുൽ വുജൂദ് എന്നുള്ളത്, കാരണം വാജിബുൽ വുജൂദ് എന്ന് പറയുന്നത് കുല്ലിയാണ്. വാജിബുൽ വുജൂദ് എന്ന് പറയുന്നത് കുല്ലിയാണ്. ഈ വാജിബുൽ വുജൂദ് എന്നുള്ളതിനെ പലതിന്റെ മേൽ പറയാൻ പറ്റൂലാന്ന്. ഫൈന ശിർക്കത്ത ഫീഹി, തീർച്ചയായിട്ടും വാജിബുൽ വുജൂദിലുള്ളതായ ശിർക്കത്ത് അത് മുംതലിയത്തുൻ, അത് വിലങ്ങുന്നുണ്ട് ദലീലിന്റെ അടിസ്ഥാനത്തിൽ. സത്യത്തിൽ പറഞ്ഞ വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ശിർക്കത്തിന് വിലങ്ങൂല. അത് ശിർക്കത്തിന് എന്ത് ചെയ്യൂല, വിലങ്ങൂല. പക്ഷെ ആ നഫ്സു തസവുറിലേക്ക് നോക്കിയിട്ടല്ല ശിർക്കത്തിന് വിലങ്ങുന്നത്. പിന്നെ വാജിബുൽ വുജൂദ് എന്നുള്ളത് ആ നഫ്സു തസവുറിലേക്ക് നോക്കിയിട്ടല്ല ശിർക്കത്തിന് വിലങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ്? ഖാരിജിയായ ഒരു രൂപത്തിലേക്ക് നോക്കിയിട്ട്, ഖാരിജിയായ രൂപം, ആ ഖാരിജിയായ രൂപത്തിലേക്ക് നോക്കിയിട്ട് എന്താണ് ശിർക്കത്തിന് വിലങ്ങൂല. അത് വിലങ്ങും. ശിർക്കത്തിന് എന്ത് ചെയ്യും? ഖാരിജിലേക്ക് നോക്കിയിട്ട്, നഫ്സു തസവുറല്ല. മനസ്സിലായ? അത് നമ്മൾ പറഞ്ഞത് എന്തെന്ന്, ഫൈന ശിർക്കത്ത ഫീഹി മുംതനിയത്തും ബിദ്ദലീലിൽ ഖാരിജി, ഖാരിജിയായ ദലീല് കൊണ്ട് എന്ത് ചെയ്യും? വിലങ്ങും. മനസ്സിലായില്ലേ? ഫൈന ശിർക്കത്ത ഫീഹി മുംതനിയത്തും ബിദ്ദലീലിൽ ഖാരിജി, ലാക്കിൻ എങ്കിലും ഇതാ ജറദൽ അഖ്ല് തനിപ്പിച്ചു. എങ്ങനെ? നെറിറിനെ അഖ്ൽ തനിപ്പിച്ചു. എങ്ങോട്ട്? ഇലാ മഫ്ഹൂമിലേക്ക്. വാജിബുൽ വുജൂദിന്റെ മഫ്ഹൂമിലേക്ക് മാത്രമാണ് അഖ്ലിനെ നോക്കുന്നുള്ളൂ. അഖ്ല് എങ്ങോട്ടേ പിന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ? അതിന്റെ മഫ്ഹൂമിലേക്ക്. എന്താ മഫ്ഹൂം? വാജിബുൽ വുജൂദായ നിർബന്ധമായതായ നിർബന്ധമായ ഒന്ന് മഫ്ഹൂം. അവ മുത്തലക്കൻ അതിന്റെ മഫ്ഹൂമിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ലം യംതനി, ഈ വാജിബുൽ വുജൂദ് എന്നുള്ളത് വിലങ്ങുകയില്ല. മിൻ സിദ്ഖിഹി അലാ കസീരീന, അധികരിച്ച ഫർദുകളുടെ മേലിൽ പറയാൻ പറ്റുന്ന. അപ്പൊ അധികരിച്ച ഫർദിന്റെ മേൽ പറയാൻ പറ്റും. അത് അധികരിച്ചതായ ഫർദുകളുടെ മേലിൽ വാജിബുൽ വുജൂദ് എന്നുള്ളതിന് പറയാൻ പറ്റും. കാരണം എന്താ? ഫൈന മുജറദ തസവുരിഹി, ഈ വാജിബുൽ വുജൂദ് എന്നുള്ളത് വെറും തസവുറ്, ലൗകാന, അത് ആയാല്, മാനിയൻ, വിലങ്ങുന്നതായാല്, ശിർക്കത്തിന് അത് വിലങ്ങുന്നതായി. മനസ്സിലായില്ലേ? അതായത് ഈ വാജിബുൽ വുജൂദ് എന്നുള്ളതിന് തസവുറാക്കല് മാത്രം അത് ശിർക്കത്തിന് വിലങ്ങുമെങ്കിൽ, മനസ്സിലായില്ലേ? എന്നാൽ ലം യത്തഖിൽ ഫീ ഇസ്ബാത്തിൽ വഹദാനിയ്യ, വഹദാനിയ്യത്തിനെ സുബൂത്താക്കുന്ന വിഷയത്തിൽ ആവശ്യമാവുകയില്ല. ഇലാ ദലീലിൻ ഉഖറ, വേറെ ഒരു ദലീലിന്റെ ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായിട്ടില്ല? അതായത് വാജിബുൽ വുജൂദ് എന്നുള്ള ലഫ്ല്, ഈ വാജിബുൽ വുജൂദ് എന്നുള്ള ലഫ്ല് അതിന്റെ മുജറദ് തസവ്വുറിന്റെ അടിസ്ഥാനത്തില് അത് ശിർക്കത്തിന് വിലങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ ശിർക്കത്തിന് വിലങ്ങും എന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഏകദൈവം, അതായത് ഏകത്വം, മനസ്സിലായില്ലേ? ഏകദൈവ വിശ്വാസം സുബൂത്താക്കണമെങ്കിൽ എന്ത് വേണ്ട? വേറെ ദലീലിന്റെ ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായില്ലേ? അതേപോലെ
വക്കൽ കുല്ലിയാത്തിൽ ഫർദിയത്തി, ഫർദിയായ കുല്ലിയാത്ത് പോലെ. ഇതൊക്കെ ഏതെനിക്ക് പറയാണ്, നമ്മൾ നഫ്സു തസവ്വുർ എന്നുള്ള കൈത് കൊടുത്തില്ല. ആ നഫ്സു തസവ്വുർ എന്ന് കൈത് കൊടുത്തപ്പോ അതുകൊണ്ട് ചില ലഫ്ളുകൾ ഖാരിജാകുന്നുണ്ട്. അവിടെ നഫ്സു തസവ്വുർ വരുന്നില്ല. അത് വിശദീകരിച്ചുകൊണ്ട് പറയാനുള്ള ഒന്ന് വാജിബ് വജൂദിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തതാണ് ഏത്? വക്കൽ കുല്ലിയാത്തിൽ ഫർദിയത്തി, ഫർദിയായ കുല്ലിയാത്ത് പോലെ. ഫർദിയായ കുല്ലിയാത്ത് പോലെ നമ്മൾ സങ്കല്പിക്കപ്പെടുന്ന കുല്ലിയായ കാര്യങ്ങൾ ഏതുപോലെ ലാശയി പോലെ. ലാശയി അത് ഫർദിയായ കുല്ലിയാത്തുകളാണ്. ലാ ഇംകാന്, ലാ വുജൂദ്. ലാശയി ഒന്നുമല്ലാത്തത് എന്ന്, ലാ ഇംകാന് ഇംകാനിയത്തില്ലാത്തത് എന്ന്, ലാ വുജൂദ് വുജൂദില്ലാത്തത് എന്ന്. അതൊക്കെ കുല്ലിയാത്താണല്ലോ. പക്ഷെ എന്തല്ല, യഥാർത്ഥ കുല്ലിയാത്തല്ല, സാങ്കല്പികമായ, നമ്മള് സാങ്കല്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. ഫൈനഹ, ഈ പറയപ്പെട്ട ലാ ഷൈഇ, ലാ ഇംകാനി, ലാ വുജൂദ് എന്നുള്ളത് എന്തനിയോ അത് വിലങ്ങും. അന്തസ്തുക്ക, അത് പറയാൻ പറ്റുന്നതിനെ, അലാ ഷൈഇൻ മിനൽ അഷിയായി, ഒരൊറ്റ ഷൈഇന്റെ മേലും പറയാൻ പറ്റുന്നതിന്റെ അത് വിലങ്ങും. മനസ്സിലായില്ലേ? എങ്ങനെ? ബിന്നദിരി ഇലൽ ഖാരിജി, ഖാരിജിയിലേക്ക് നോക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ലാ ഷൈഇ എന്ന് പറഞ്ഞാൽ ഖാരിജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലാ ഷൈഇന് ഒരൊറ്റ ഫർദ് ഉണ്ടാവില്ല. ഉണ്ടാവുക? ലാ ഷൈഇന് ഒരൊറ്റ ഫർദ് ഉണ്ടാവില്ല. ലാ ഇംകാനിക്ക് ഒരൊറ്റ ഫർദ് ഉണ്ടാവില്ല. ലാ വുജൂദിനിക്ക് ഒരൊറ്റ ഫർദ് ഉണ്ടാവില്ല. ഒരൊറ്റ ഫർദ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നഫ്സു തസവ്വുറിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടാവാം. നഫ്സു തസവ്വുറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ലാ ഷൈഇനിക്ക് ഫർദ് ഉണ്ടാവാം, ലാ ഇംകാനിക്ക് ഫർദ് ഉണ്ടാവാം. അതാണ്. പക്ഷെ ലാഖിനെങ്കിലും ലാ ബിന്നദിരി ലാ മുജറദ് തസവ്വുരിഹ, മുജറദ് തസവ്വുറിലേക്ക് നോക്കിയിട്ടല്ല. കാരണം മുജറദ് തസവ്വുറിലേക്ക് നോക്കിയാല് ഏതുണ്ടാവൂല? ഷിർക്കത്തിനെ വിലങ്ങും. പലതിന്റെ മേലും അത് പറയാൻ പറ്റും. ലാ ഷൈഇനെ പലതിന്റെ മേൽ പറയാൻ പറ്റും എങ്കിൽ അപ്പൊ ഒമിനാവുന, ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും യുഇലമു, മനസ്സിലാക്കപ്പെടും, അന്ന അഫ്റാദൽ കുല്ലിയി, തീർച്ചയായിട്ടും ഒരു കുല്ലിയിന്റെ ഫർദുകൾ ലാ യജിബു, നിർബന്ധമാവുകയില്ല, അയ്യക്കൂനൽ കുല്ലിയു, ഒരു കുല്ലി ആവല്, സ്വാദിഖൻ, പറയാൻ പറ്റുന്നതാകുക, അലൈഹ, ഇതിന്റെ മേല ഫർദുകളുടെ മേലെ, ഇതിന്റെ മേലെ ഫർദുകളുടെ മേലൊരു കുല്ലിയെ പറയാൻ പറ്റുന്നതിന് പറയാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും എന്തില്ല? നിർബന്ധമില്ല. മനസ്സിലായ? ഒരു കുല്ലിയിന്റെ ഫർദ്, ആ കുല്ലിയിന്റെ ഫർദ് എല്ലാ ഫർദിന്റെ മേലിലും പറയാൻ പറ്റണം എന്ന നിർബന്ധമൊന്നുമില്ല. ഇല്ല. ഉദാഹരണം പറയാം, ഇൻസാൻ എന്ന ലോകത്തുള്ള എല്ലാ ഫർദിന്റെ എല്ലാത്തിന്റെയും മേലും ഇൻസാൻ എന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാണ്. ഇൻസാനി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ മേലും, ഹയവാനീയത്തിന്റെ എല്ലാ ഹയവാന്റെ മേലും ഇൻസാൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇൻസാനായി പറയപ്പെടുന്ന ഫർദുകൾ ഉണ്ടാവുമല്ലോ, ഇൻസാനിന്റെ ഫർദുകളായി അറിയപ്പെടുന്ന അഫ്റാദ്, ആ അഫ്റാദിന്റെ മേലേ പറയാൻ പറ്റുള്ളൂ. അതെ, അതാ പറഞ്ഞത്, കുഞ്ഞിന്റെ ഫർദുകള്, അതിന്റെ ഫർദുകളുടെ മേല് പറയാൻ പറ്റിയത് നിർബന്ധമില്ല. ആ ഫർദിന്റെ മേലും പറയാൻ പറ്റിയത് നിർബന്ധമില്ല. പിന്നെ ബൽ മിൻ അഫ്റാദിഹ, ബൽ എങ്കിലും, മിൻ അഫ്റാദിഹി, ഈ പറയപ്പെട്ടതായ കുല്ലിയിന്റെ ഫർദുകളിലുണ്ട്, മാ യംദനിയു, മാ ഒന്നുണ്ട്, യംദനിയു അത് വിലങ്ങും, അയ്യസ്തുക്കൽ കുല്ലിയു അലിഹി, അതിന്റെ മേല് കുല്ലി പറയാൻ പറ്റുന്നതിന് എന്ത് ചെയ്യും? വിലങ്ങും. എവിടെ വിലങ്ങാം? ചില ഖാരിജിൽ കുല്ലിയിന് അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റൂല. കുല്ലിയിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂല. പറഞ്ഞു മനസ്സിലായ? കുല്ലിയിന്റെ ഫർദുകള് മനസ്സിലായില്ലേ? എന്ത് നിർബന്ധമില്ല? അത് എല്ലാ ഫർദിന്റെ മേലും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം
ഒരു കുല്ലിയാമ കുല്ലിന്റെ ഫർദുകളിൽ നിന്ന് പറയാൻ പറ്റുന്നതുണ്ടാവും, അതിന് പറയാൻ പറ്റാത്തതുണ്ടാവും. കുല്ലിയെ പറയാൻ പറ്റാത്തതുണ്ടാവും. മനസ്സിലായില്ല? ഖാരിജില് പറയാൻ പറ്റാത്തതുണ്ടാവും. കാരണം എന്താ? ഇതിലും അക്കില് വിലങ്ങുന്നില്ല. അൻസദിക്കിഹി ഈ കുല്ലിനെ പറയുന്നതിനെ തൊട്ട് അലിഹി ഈ പറയപ്പെട്ട മാനാന്റെ മേലിൽ, ഈ പറയപ്പെട്ട ഫർദുകളുടെ മേലിൽ. എങ്ങനെ? മുജറദ് തസവുരിഹി, മുജറദ് തസവുർ കൊണ്ട്. മുജറദ് തസവുർ കൊണ്ട് എന്ത് ചെയ്യാ? പറയാം. മുജറദ് തസവുർ കൊണ്ട് എന്ത് ചെയ്യാ? പറയാം. അതുകൊണ്ട് പ്രശ്നമൊന്നും അവരില്ല. നേരെ മറിച്ചുകൊണ്ട് മറ്റേ രൂപത്തിലൂടെ നോക്കുകയാണെങ്കിൽ പ്രശ്നം വരുന്നു. ഇനി പലവിലും എഴുത്തപ്പൽ നഫ്സു തസവുരിക്ക് ഈ തൈരീഫിൽ കുല്ലി അപ്പൊ അതവിടെ കഴിഞ്ഞു. അപ്പന് വേറെ ചർച്ച. ഇവിടെ ഇപ്പൊ നമ്മൾ കുല്ലിനെ തൈരീഫ് പറഞ്ഞിടത്തും ജുസീനക്ക് തൈരീഫ് പറഞ്ഞിടത്തും അവിടെ നഫ്സു തസവൂർ എന്നാണ് പറഞ്ഞിരുന്നത്. നഫ്സു തസവൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനങ്ങനെ നഫ്സു തസവൂർ എന്ന് പറഞ്ഞത്? നഫ്സു തസവൂർ എന്ന് പറയാനുള്ള കാരണം എന്താ? അതാ പറഞ്ഞത്, കുല്ലിന്റെ തൈരീഫിലും ജുസീന്റെ തൈരീഫിലും നഫ്സു തസവൂരിനെ ഇഅ്തിബാർ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ തിൽക്കൽ കുല്ലിയാത്ത്, ഈ പറയപ്പെട്ട കുല്ലിയാത്തുകൾ മുഴുവനും പ്രവേശിക്കുന്നതാണ് ഈ തൈരീഫിൽ ജുസീന്റെ തൈരീഫിൽ. മനസ്സിലായില്ല? അപ്പൊ കുല്ലിയാത്തുകൾ മുഴുവനും ജുസീയാത്തിന്റെ തൈരീഫിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. അപ്പൊ അങ്ങനെ വെക്കുമ്പോ പലായക്കൊന്നു തൈരീഫ് ആവൂല മാനിയ. തൈരീഫ് എന്താവൂല? മാനിയാവൂല. മാനി എന്ന് പറഞ്ഞാല് അതായത് പിന്നെ മുഅറഫിന്റെ ഫർദുകള് അല്ലാത്ത ഫർദുകൾ തൈരീഫിൽ വരുന്നതൊരു തടയൂലാന്ന് തന്നെയല്ല. വാഹാരജത്ത് ഈ പറയപ്പെട്ടതായ കുല്ലിയാത്ത് പുറപ്പെടുകയും ചെയ്യും. അൻ തൈരീഫിൽ കുല്ലിന്റെ തൈരീഫ് പറയുന്നതിനെ തൊട്ട്. കുല്ലിന്റെ തൈരീഫ് അറിയാൻ കാരണം ജുസീന്റെ തൈരീഫില് ഈ കുല്ലി ദാഖിലായാൽ പിന്നെ അവിടെ കുല്ലീന്റെ തൈരീഫ് അതിനെ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ആ കുല്ലീനെ സംബന്ധിച്ച് ജുസീന്റെ തൈരീഫ് കുല്ലീന്റെ തൈരീഫ് പറയാൻ പറ്റൂല. ജുസീലായി പിന്നെ പറയാൻ പറ്റല് പലായക്കൊന്നു ജാമിയ. അവ തൈരീഫ് എന്തായത്? ജാമ്യമായി. അവ ചുരുക്കി പറഞ്ഞാൽ ഈ കുല്ലിന്റെ തൈരീഫിനും ജുസീന്റെ തൈരീഫിലും നഫ്സു തസവൂറിനെ ഇഅ്തിബാർ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കുല്ലീനിക്ക് പറയുന്ന തൈരീഫും അതുപോലെ തന്നെ ജുസീനിക്ക് പറയുന്ന തൈരീഫും അത് ഏത് തൈരീഫാകൂല? ജാമിയും മാനിയുമാകൂല. ജാമിയുമാകൂല, മാനിയുമാകൂല. അൽഹംദുലില്ലാ. നേതാവ് അവിടെ കട്ടെ ഇൻഷാ അല്ലാഹ്. ബയാനു തസ്മിയത്തി അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.